ഹലോ ഡിയേഴ്സ്, ഇത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ബഗുൽ ദിവസവും രാവിലെ 2.25 കിലോമീറ്ററും വൈകിട്ട് 1.5 കിലോമീറ്ററും വ്യായാമത്തിനായി നടക്കും. ബഗുൽ ദിവസവും വ്യായാമത്തിനായി എത്ര കിലോമീറ്ററാണ് നടക്കുന്നത്? അതായത് രാവിലെയും വൈകുന്നേരം നടക്കുന്നുണ്ട് പറഞ്ഞാൽ ടോട്ടൽ രാവിലത്തതും വൈകുന്നേരത്തതും കൂട്ടണം. നമുക്കറിയാലോ, നമുക്ക് ഡെസിമൽ നമ്പർ തമ്മിൽ കൂട്ടാനറിയില്ല. ഇതിന് എളുപ്പത്തിൽ ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. 2.25 പ്ലസ് 1.5 അല്ലേ? ഈ 1.5 എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് ശേഷം ഒരു നമ്പർ അല്ലേ? ഒരു നമ്പർ ആയതുകൊണ്ട് പോയിൻറ്റിന് ശേഷം എവിടെയാണോ നമ്പർ വരുന്നത് കറക്റ്റ് അവിടെ തന്നെ എഴുതണം. പോയിൻ്റ് ഒപ്പത്തിന് നിൽക്കണം. 1.5 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നമ്പർ കിട്ടും. നമ്മളിവിടെ ജസ്റ്റ് 0 ഇട്ടിട്ട്, നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ്, കുറക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവും. 5 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ്. 2 + 5 7 ഇവിടെ പോയിൻ്റ് വരും. 2 + 1 എന്ന് പറഞ്ഞാൽ 3. ഈ പോയിൻ്റ് വരുന്ന സ്ഥലത്ത് കറക്റ്റ് പോയിൻ്റ് വരണം. അതിന് സ്ഥാനം മാറിയിട്ട് ഇടാൻ പാടില്ല. ഓക്കെ, നമുക്ക് കിട്ടിയ നമ്പർ 3.75 ഇനി ഇങ്ങനെയല്ലാതെ ശരിക്കും അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇവരിനെ ഈ രൂപത്തിലാക്കി മാറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പോയിൻറ്റിന് മുന്നുള്ള നമ്പറിനെ നോർമൽ നമ്പറായിട്ടും പോയിൻറ്റിന് ശേഷമുള്ള നമ്പറിനെ 25 എന്നവിടെ എഴുതി താഴെ 100 വരാൻ കാരണം പോയിൻറ്റിന് ശേഷം 2 നമ്പർ ആയതുകൊണ്ടാണ് 100 വന്നത്. അതുപോലെ മറ്റൊടുത്ത് 1.5 എന്ന് പറയുമ്പം പോയിൻറ്റിന് ശേഷം ഒരു നമ്പർ ആയതുകൊണ്ടാണ് അവിടെ 10 വന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/25/100 1/5/10. ഇത് നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. കാരണം ആകെ എത്ര കിലോമീറ്റർ നടന്നെന്നല്ലേ, ടോട്ടൽ കൂട്ടണം. ഇവിടെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനാണ്. മിശ്ര ഭിന്നാവുമ്പോൾ നമുക്കറിയാം ഇൻറ്റു പ്ലസ് എന്നുള്ളൊരു സംഭവമുണ്ട്. 2നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് 25 കൂട്ടുക. അപ്പോൾ 225/100 1 × 10 10 10 + 5 15 15/10 കേട്ടോ, 100 അല്ല. ഓക്കെ, ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇതിൽ 10ഉം ഇതിൽ 100ആണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 എങ്ങനെ 100 10 × 10, നേരെ മുകളിലും 10 × 10 കൂടെ 150/100 എന്ന് വരും. 150/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആഡ് ചെയ്യുക, നേരിട്ട് ആഡ് ചെയ്യുക. അതായത് 225 കൂടെ 50 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 375/100 എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 375/100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം വിട്ട് കുത്തുക. 100 അല്ലേ? 100ൽ 2 0 ആയതുകൊണ്ട് 3.75. ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടലും കുറക്കലും ഇതേപോലെ തന്നെയാണ്. കുറക്കുമ്പോൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം.